അയോധ്യത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ സർവകാലവും മധ്യത്തിങ്കലന്മാർ വച്ച് സ്വരഭക്തിപരസരമാകും വണ്ണം ആയതുകൂടാതെയുണ്ട് മറ്റ് അസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി ഓരോ വിഷയാദികളിൽ സാരബുദ്ധിയാ പരിഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം അതങ്ങേ മനുഷ്യജന്മം ദൈവഗത്യാൽ ലഭിച്ച സമയത്തിൽ ഈശ്വര സേവ ചെയ്ത് ദുരിതനിവൃത്തി വരുത്തി ഇതുവരത്തെ കൊള്ളുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും യത്നം ചെയ്തുകൊള്ളുവാൻ ആയതുകൊണ്ട് ഈശ്വരനെ സേവിക്കാനുള്ള സമയത്തിൽ സേവാമാർഗങ്ങൾ പല പ്രകാരമുണ്ട്. ദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, സ്വരൂപധ്യാനം, നാമസങ്കീർത്തനം, കഥാശ്രവണം, കഥാപ്രസംഗം എന്നിവയിൽ ഈ കഴിവുകൾ ആയാസേനോക്ഷത്തെ പ്രാപിപ്പാനായിക്കൊണ്ട് കഥാപ്രസംഗത്തോളം കഥ പറയുന്ന സമയത്തിൽ വാക്കിന് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ പരിപൂർണതയുണ്ടാകണം. ആയത് യാതൊന്നിന്റെ ലവലേശം പോലും ഇല്ലായെങ്കിലും ഹൃദയകുല പരിശുദ്ധന്മാരായിരിക്കുന്ന മഹാബ്രാഹ്മണരെ കൊണ്ടും മഹാജനങ്ങളെ കൊണ്ടും തറയപ്പെട്ട സഭാമധ്യത്തെ പ്രാപിച്ച് പഠിച്ചവണ്ണം പറയുക എന്ന് വരുന്ന സമയത്തിൽ ഈശ്വര ഈശ്വരലോലയിച്ചത് അത് ഹേതുവായിട്ട് ഇവന്റെ മേലിൽ മോർദ്ദക്ഷം വർദ്ധിക്കട്ടെ എന്ന പ്രകാരം ആ ബ്രാഹ്മണരുടെയും ആ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാകും എന്നത്രേ ഗുരുഭൂമത്തെ ലക്ഷ്മി സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ അഞ്ജനായിരിക്കുന്ന ലക്ഷ്മണനോടുകൂടി വിശ്വാമിത്രസത്രാർത്ഥം വിശ്വാമിത്രായനായി പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ചുകൊണ്ട് വഴിക്ക് മഹർഷിയാൽ ഉപദേശിതങ്ങളായിരിക്കുന്ന വല്ലാതെ വിലകാവുന്ന മന്ത്രങ്ങളെ ചെയ്തിട്ട് കല്യാണത്തെ കേട്ട് പിന്നെയും സാധാരണരായി ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ചു പോകുന്ന വഴിക്ക് താടകാവനത്തെ പ്രാപിച്ച അവതരങ്ങൾ മഹർഷിയാൽ താടകയെ സംബന്ധിച്ചിട്ടുള്ള കഥകളെ കേട്ട് അത്യുത്സകന്മാരായി പിന്നെയും വനത്തെ കുളഞ്ഞ വഴിക്ക് ലക്ഷ്മണന്റെ ആഗ്രഹപ്രകാരം ജ്യേഷ്ഠന്റെയും മഹർഷിയുടെയും അനുവാദപ്രകാരം താടകയെ കാണുവാനായിക്കൊണ്ട് വ്യാനിനത്തെ ചിരൂതം ചെയ്തു. രൗദ്രം യാനിനാദം നിശമ്യാനിധരാം സുഖ്വാ സുഖേനോസുതാ ബുദ്ധ്വാ ബുദ്ധിമതി കിമേദദിദിനെ ഘോരേ വനേ ശൂയതേ ഇത്തം ക്രോധവശാൽ അതീവ വികൃതാ ഘോരാനനാരാക്ഷസീ ഗർജന്തി ഗഗനപ്രശപ്രതിഭയധ്വാനേന ശിഖോക്തികാ സുഖേനോ സ്വാസുതാ. സുഖേനുവിന്റെ ആ പുത്രി പ്രകാരമില്ലാതിരിക്കുന്ന ആര് എന്നാണ് താമസാദിക്കുന്നതായിട്ടുള്ള ആ ശേഷമായിട്ട് ഏതാ സമയം എന്നാണെങ്കിൽ ആ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും താടകാവനത്തെ പ്രാപിച്ചുള്ളൂ. ആ മഹർഷിയുടെ യാഗരക്ഷയ്ക്കായിട്ട് മഹർഷി രാമലക്ഷ്മണന്മാരെ ആ ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്കാണ് താടകാവന അതിന്റെ ഭാഗത്താണ്. അപ്പോ അതിന്റെ ഉള്ളിൽ കൂടെ
ലക്ഷ്മണന്റെ ആവശ്യമാണ്. ആദ്യം മഹർഷി പറഞ്ഞാൽ വളഞ്ഞു പോകാനാ പറഞ്ഞത്. ഇപ്പൊ ഈ അത് പറ്റിയ ഈശ്വരൻ എന്തിനാ വളഞ്ഞു പോകുന്നത്? അല്ല ഇത് വലിയ രാഷ്ട്രത്തിൽ പോവുക. ഞങ്ങളിപ്പോ എന്തിനാ അങ്ങയുടെ കൂടെ വരുന്നത്? രാഷ്ട്രത്തിലേക്ക് യാഗരക്ഷയ്ക്ക് സാധാരണമായില്ല രാഷ്ട്രത്തിലേക്ക് ഒരു രാഷ്ട്രത്തെ പഠിച്ച് പോകുന്ന ആൾക്ക് രാഷ്ട്രത്തിലെ കൊല്ലാൻ പറ്റുമോ? ആരുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളെ ഭാര്യന്മാരാണ്, ഭയപ്പെടണ്ട എന്ന് വിചാരിച്ച് വന്നു മക്കളൂ എന്ന് പറഞ്ഞ് ആ വനത്തിൽ കൂടെ തന്നെ യാത്ര. അപ്പോഴേ മഹർഷി അവളെ കാണാതിരിക്കാനുള്ള പരമാവധി എന്തെങ്കിലുണ്ടാ ഇലയൊക്കെ വർദ്ധിക്കളഞ്ഞ് അങ്ങനെയാണ് വര വെച്ചത്. കാരണം ഈ ഉണങ്ങിയ ഇലയുടെ നീരൊക്കെ ചവിട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവുള്ളൂ, അത് കൂടാതിരിക്കാൻ ഇലയൊക്കെ മാറ്റിട്ടാ. പക്ഷേ അങ്ങനെ സഞ്ചരിച്ച് ഏകദേശം വനത്തിന്റെ പകുതി കൊണ്ടിട്ട് അവിടെ കണ്ടില്ല. അപ്പോൾ ആ ലക്ഷ്മണൻ വേഗം ജേട്ടൻ എന്താ ലക്ഷ്മണ, അല്ല ഈ കാട്ടിലല്ലേ താടകയുണ്ടെന്ന് പറഞ്ഞത്? അതെ. അപ്പോൾ നമ്മൾ പോകുന്നതിന്റെ പകുതിയായി, കാട്ടിന്റെ പകുതിയായി, ഇന്നലെ കാണില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, കാടിന്റെ ചെറുതല്ലോ, അനുമതി ഉണ്ടല്ലോ. എല്ലാവർക്കും കാണുന്നുണ്ട്. ഇവരെ പതുക്കെ പതുക്കെ വേണം നോക്കി കേട്ട്. എന്താ എന്താ രാമ ലക്ഷ്മണൻ എന്താ പറയണത്? അങ്ങനെയൊന്നുമില്ല. രാമ പറഞ്ഞോളൂ, ലക്ഷ്മണ താടകയെ കാണുന്നതാണോ? അതെ. ലക്ഷ്മണ അത്ര കാണാനൊന്നുമല്ലാതെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാൻ തോന്നും. പക്ഷേ അവൾ അത്ര കാണാനൊന്നുമല്ല.